ഹലോ ഫ്രണ്ട്സ്, മണാലിയിലെ വിശേഷങ്ങൾ തീർന്നില്ലേന്നായിരിക്കും നിങ്ങൾ പിന്നെയും വിചാരിക്കണേ. അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോയിൽ നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. ബാക്കി വിശേഷങ്ങളോട് കാണണ്ടേ? എങ്കിൽ നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇതോടുകൂടി മണാലി വിശേഷങ്ങൾ തീർന്നു കേട്ടോ. ഇത് ഞാൻ അതുകൊണ്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇനി നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത് അടൽ ടണൽ. അടൽ ടണൽ 2020 നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ ടണൽ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിലുള്ള ലാർജസ്റ്റ് ടണലാണ്. 9 കിലോമീറ്ററാണ് ഈ ടണലിൻ്റെ നീളം. എന്തൊരു നീറ്റായിട്ട് അവർ ടണൽ വെച്ചിരിക്കുന്നതെന്നറിയോ? ഇതിനകത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. വണ്ടി പാർക്ക് ചെയ്താണ് ഫൈനാണ്. അതുകൊണ്ട് ആരും ഇറങ്ങാത്ത കാരണം കൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട്. അടൽ ടണലിൽ കൂടെ ഞങ്ങൾ പോയി. ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1040 കിലോമീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന്. അത്രയും ഉയരത്തിലാണ് ഈ ടണൽ. അപ്പോൾ അതിൻ്റെ എൻജിനീയറിങ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, എന്താ മനുഷ്യന്മാരുടെ കഴിവ്. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അത്ര ഉയരത്തിലാണ് ഞങ്ങൾ പോയത്. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ലക്കിയായിട്ട് തോന്നിയിട്ട് എനിക്ക്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു. പുറത്തുള്ള വ്യൂ എനിക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത് എത്രത്തോളം ഭംഗിയായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്ക് അറിയാനില്ല. പക്ഷെ നേരിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ശരിക്കൊരു ഫോട്ടോ പോയിൻ്റ് ആണ് കേട്ടോ. ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഒരുപാടുണ്ട്, നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ അകത്ത് വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഫോട്ടോസ് നേരെ എടുക്കണമെന്ന് പോലീസും സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. മസ്റ്റാണല്ലോ, ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുങ്കുമപ്പൂ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ചെറിയ വിലയ്ക്ക്. ഒറിജിനൽ അല്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത്രയും വില കുറച്ചൊന്നും നമുക്ക് കുങ്കുമപ്പൂ കിട്ടില്ലല്ലോ. അതൊന്നും അധികം വാങ്ങാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിലും ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കുക, സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ അടൽ ടണൽ നേരെ പോകുന്നത് സോളങ് വാലിയിലേക്കാണ്. സോളങ് വാലി ഹിമാചലിലെ ഒരു സ്നോ പോയിൻ്റാണ്. ആക്ച്വൽ വിൻ്ററിൻ്റെ സമയത്ത് സോളങ് വാലിയിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. റോക്ടം പാസിലേക്കുള്ള റോഡ് ബ്ലോക്ക് ആയിരിക്കും, അങ്ങോട്ട് കയറ്റി വിടില്ല. സോളങ് വാലിയിൽ ഞങ്ങൾ ചെന്നപ്പോൾ സ്നോ ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്നോ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഡിസംബറിൽ വരുവാണെങ്കിൽ ഇപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും സ്നോ. അവിടെ പാരാഗ്ലൈഡിങ്, ഹോട്ട് എയർ ബലൂൺ അങ്ങനെ അല്ലാണ്ട് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അന്ന് ജസ്റ്റ് അവിടെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നൈറ്റ് റൂമിൽ പോയി. റൂമിൽ ചെന്ന് ജസ്റ്റ് ഫ്രഷായി വീണ്ടും പുറത്തിറങ്ങി. നൈറ്റ് നല്ല തണുപ്പായതുകൊണ്ട് എത്ര വട്ടം ചായ കുടിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് ജസ്റ്റ് സ്ട്രീറ്റിലൊക്കെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ഈവനിങ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അന്നത്തെ ഒരു ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ഇതുപോലെ റെഡിയായി. ഞങ്ങൾക്ക് അന്ന് തിരിച്ചു പോരേണ്ട ദിവസമായിരുന്നു. 3 days ട്രിപ്പായിരുന്നു. 3rd ഡേ ഞങ്ങൾ ഫ്രഷായി വീണ്ടും ഹഡിംബ ടെമ്പിളിൽ ഒന്നുകൂടി പോയി. ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്തായിരുന്നു ഹഡിംബ ടെമ്പിൾ. അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടി പോയി. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയത് ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിലാണ്. ആ ഹോട്ടലിൻ്റെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര കാമായിട്ട്, ഒരു തിരക്കുമില്ല. പഞ്ചാബി ഫുഡൊന്ന് ട്രൈ ചെയ്യാമെന്നുകൊണ്ടാണ് അവിടെ കയറിയത്. അവിടെ ചെന്നപ്പോൾ ആലു പൊറോട്ടയും മഷ്റൂം മസാലയും ഉണ്ടായിരുന്നു. പിന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ കൂടുതലും അവർ ആലു പൊറോട്ട കഴിക്കുന്നത് കേർഡും അച്ചാറും കൂട്ടിയിട്ടാണ്. ആ കേർഡ് ഭയങ്കര ഐസ്ക്രീം പോലെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ ആലു പൊറോട്ട കഴിക്കുമ്പോൾ കേർഡ് കൂട്ടി അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അവിടുത്തെ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് ഇത് ബിയാസ് റിവറിൻ്റെ മുകളിൽ കൂടെ ഉള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ. നേരെ പോയത് നഗർ കാസ്റ്റിലാണ്. നഗർ കാസ്റ്റിൽ അവിടുത്തെ ഒരു പാലസാണ്. 500 വർഷം പഴക്കമുള്ളതാണ്. ഒരു അവിടുത്തെ ഒരു കിങ് ഉണ്ടാക്കിയതാണ് ഈ പാലസ്. ഇപ്പോൾ ഒരു ഹെറിറ്റേജ് ആയിട്ട് അവിടുത്തെ ഗവൺമെൻറ് അത് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കാണാൻ അലൗഡാണ്, നമുക്ക് കയറി കാണാം. 50 രൂപയായിരുന്നു പാസ് എടുത്തിട്ട് നമുക്ക് കയറി കാണാം. 500 വർഷം പഴക്കമൊന്നും ഈ ബിൽഡിംഗ് കണ്ടാൽ തോന്നൂല കേട്ടോ. അത്രയും നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ കുളു അതിൻ്റെ ഫുള്ള് വ്യൂ നമുക്ക് കാണാം. അത്രയും ഭംഗിയായിരുന്നു. കുറേ നേരം അവിടെ നിന്നിട്ട് ശരിക്കും അപ്പോൾ ഈ ഡിസംബർ ജനുവരി സമയത്ത് പോകണമായിരുന്നു. ഞങ്ങൾ നവംബർ ലാസ്റ്റ് വീക്കാണ് പോയത്. അതുകൊണ്ട് ഫുള്ളും സ്നോ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഹിമാചലിൻ്റെ ഓരോ സമയത്തും ഓരോ ഭംഗിയാണ്. എത്ര വട്ടം പോയാലും എനിക്ക് ഇനി സമ്മറിൽ പോകണം, വിൻ്ററിൽ പോകണം അങ്ങനെയൊക്കെ തോന്നുകയാണ് ഓരോ സമയത്തെയും ഭംഗി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ചുമ്മാ കുറേ ഫോട്ടോസ് എടുത്തു. എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അത് ബിൽഡിങ് കാണിക്കുന്നില്ല നിങ്ങളിപ്പോൾ പറയണത്. ബിൽഡിങ് അതെ അടിപൊളിയായിരുന്നു. കൂടുതലും വുഡ് സ്റ്റോൺ വെച്ചിട്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പാലസാണ്. അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താല്ലേ, ഇപ്പോഴൊന്നും ഇങ്ങനെ ഇത്രയും ഭംഗിയിൽ ബിൽഡിങ്ങുകളുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കുന്ന ബിൽഡിങ്ങൊക്കെ ഇത്രയും വർഷം നിൽക്കും എന്നതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അത്രയും ഭംഗിയായിരുന്നു. നല്ല ഫോട്ടോസ് എല്ലാം അവിടെ നിന്ന് കിട്ടി. അതൊക്കെ കഴിഞ്ഞ്
അവിടുത്തെ വ്യൂ സത്യം പറഞ്ഞാൽ കണ്ട് മതിയാവണുണ്ടായിരുന്നില്ല. കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിവർ റാഫ്റ്റിങ്ങിലുള്ള ഒരു പോയിന്റിലേക്കാണ് വന്നത്. വരുന്ന വഴിക്ക് ഈ ഫ്രൂട്ട് കണ്ടോ, പാസിമൻ എന്ന് പറഞ്ഞിട്ട് ജപ്പാൻ ഫ്രൂട്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഇതിനൊക്കെ ഭയങ്കര വിലയാട്ടോ. അവിടെ കൃഷിയായിട്ട് ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ്. അതൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ട്രീ എല്ലാം നേരിട്ട് കാണാൻ പറ്റി. വരുന്ന വഴിക്ക് ഒരു എന്താ പറയുക, ഷോൾ ഫാക്ടറി കയറി. ചുമ്മാ കയറിയതാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഫാക്ടറി, നമ്മുടെ ഇവിടെയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ കുത്താമ്പുള്ളി. അവിടെ പോകുമ്പോൾ നമ്മൾ നെയ്ത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് അവർ ഷോളെല്ലാം നെയ്തുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നല്ല ഭംഗിയിലാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല കട്ടിയുള്ളത്. എല്ലാവരും ഞങ്ങളൊക്കെ നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയില്ല. അവർ ചീത്ത വിളിക്കാറുന്നത് ബാക്കി എല്ലാവരും കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്നും വാങ്ങിയൊന്നുമില്ല. ജസ്റ്റ് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ട് റിവർ റാഫ്റ്റിങ്ങിനുള്ള പോയിന്റിലേക്ക് പോയി. റിവർ റാഫ്റ്റിംഗ് ഞങ്ങൾ ഫ്രണ്ട്സ് ആരും ചെയ്തില്ല. നമുക്കൊരു ബോട്ട് മുഴുവനായിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഒരു ഗ്യാങ്ങിന് അങ്ങനെയായിട്ട് പോവാമായിരുന്നു. പക്ഷേ ടൈം ഒരുപാട് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അന്ന് തിരിച്ചു പോകാറുണ്ടായിരുന്നു. തിരിച്ചുള്ള വണ്ടിയെല്ലാം ബുക്ക് ചെയ്ത കാരണം കൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ജസ്റ്റ് ആ സ്ഥലത്തെല്ലാം പോയി. അവരെല്ലാം പോകുന്നത് കണ്ടപ്പോൾ പോകണമെന്നൊക്കെ തോന്നി. പക്ഷെ അവർ പോകുന്നത് കണ്ടപ്പോൾ പേടിയും തോന്നിയായിരുന്നു, വെള്ളവും. പക്ഷെ അവിടെ കുറച്ച് നേരം ഇരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. എത്ര നേരം ആ തണുത്ത കാറ്റും വെള്ളവും, ഈ കല്ലിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന കാരണം പ്രത്യേക ഒരു ശബ്ദവും. അത് നേരിട്ട് പോയി തന്നെ കാണണം. പോകാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോകണം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു മലയാളി എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് പോയത്. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവർ. എല്ലാം നല്ല കംഫർട്ടായിരുന്നു. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. റിവർ റാഫ്റ്റിങ്ങിന് അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഒരു ടെമ്പിളിലേക്കാണ്, വൈഷ്ണവ് ടെമ്പിൾ. ആദ്യം കണ്ടപ്പോൾ ഉണ്ടല്ലോ വെറും ഒരു ബിൽഡിങ് മാത്രമാണ്. നമ്മുടെ ഒരു ക്ഷേത്ര സങ്കല്പങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. ഇത് ഒരു 3 നില കെട്ടിടം അങ്ങനെയായിട്ട് തോന്നുന്നത്. പക്ഷെ അതിനകത്ത് ചെന്നപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ എൻട്രി വരെയാണ് ഫോൺ അലൗഡ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫോൺ അലൗഡ് അല്ല. ഒരു ഗുഹയ്ക്കുള്ളിലൂടെയൊക്കെ നൂഴ്ന്ന് പോകണമായിരുന്നു. ഒരു ആത്മീയതയുടെ ഇങ്ങനൊരു ട്രിപ്പ് പോയിട്ട് ഒരു ആത്മീയത എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. അവിടെ നിന്ന് കണ്ട് ചരടൊക്കെ കെട്ടിത്തന്നൊക്കെ കെട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഫുള്ള് വുഡും ഈ ഗുഹകളുടെ ഉള്ളിൽ കൂടെയാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം പോണത്. എല്ലാ ദൈവങ്ങളുടെ ആരാധന ഉണ്ടായിരുന്നു. ശിവൻ, ഹനുമാൻ, ശനി, അങ്ങനെ നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ എല്ലാ മൂർത്തികളും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ഫ്ലോർ കയറിയാണ് പോകുന്നത്. അതേപോലെ തിരിച്ചിറങ്ങാനുള്ള വഴിയും അവരിട്ടിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ അതിലെടുക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ കണ്ടോ, ഈ പാറയോട് ചേർന്നാണ് ഈ ബിൽഡിംഗ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പോകുന്നത് മുഴുവൻ ഈ ഗുഹയ്ക്ക് അകത്തു കൂടെയാണ്. ഈ പാറയുടെ ചേർന്നുള്ള ഇതിലാണ് വിഗ്രഹങ്ങൾ. അവിടെ ഫുഡെല്ലാം എപ്പോഴും അവൈലബിൾ ആണ്. ഒരു ട്രസ്റ്റാണ് ഇത് നടത്തുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾക്കുള്ള വണ്ടി വന്നു. അവിടെ നിന്ന് തിരിച്ചു പോരാൻ വിഷമം ഉണ്ടെങ്കിലും അടുത്ത യാത്ര പോകേണ്ടതല്ലേ. അപ്പോൾ നിങ്ങളും കൂടെ കൂടിക്കോളൂ കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.